ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പത്തൊൻപതാം നൂറ്റാണ്ടിലെ അമേരിക്കൻ ആത്മീയ ചരിത്രത്തിൽ ഒരു പേര് തിളങ്ങി നിൽക്കുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു ചെരുപ്പ് കച്ചവടക്കാരനിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകരിൽ ഒരാളായി മാറിയ ഒരു മനുഷ്യൻ. വിദ്യാഭ്യാസം കുറവായിരുന്നിട്ടും തൻ്റെ ശക്തമായ പ്രസംഗ ശൈലി കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം തെളിയിച്ച ഒരു പ്രതിഭ. അദ്ദേഹമാണ് ഡ്വൈറ്റ് എൽ മൂഡി അഥവാ D.L. മൂഡി. വിശ്വാസം എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്നു, സ്നേഹം എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക തന്നെയായിരുന്നു. ഒരു വിജയകരമായ ബിസിനസ് ഉപേക്ഷിച്ച് പട്ടിണി കിടക്കുന്നവർക്കും യുദ്ധത്തിൽ മുറിവേറ്റവർക്കും തെരുവിൽ അലഞ്ഞു തിരിയുന്ന കുട്ടികൾക്കും വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആധുനിക മാസ് റിവൈവലിസത്തിൻ്റെ പിതാവായ D.L. മൂഡിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, പഠിപ്പിക്കലുകൾ, ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ ഒരു യാത്ര തുടങ്ങാം. 1837 ഫെബ്രുവരി മാസം 5 മസാച്യുസെറ്റ്സിലെ നോർത്ത് ഫീൽഡിലാണ് ഡ്വൈറ്റ് എൽ മൂഡി അഥവാ D.L. മൂഡി ജനിക്കുന്നത്. ഒരു വലിയ കുടുംബത്തിലെ, അതായത് അംഗസംഖ്യ കൊണ്ട് ഒരു വലിയ കുടുംബത്തിലെ 7ാമത്തെ കുട്ടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 4 വയസ്സുള്ളപ്പോൾ തൻ്റെ പിതാവ് മരണപ്പെട്ടു. തൻ്റെ പിതാവിൻ്റെ മരണശേഷം അമ്മ ബെറ്റ്സി മൂഡി 9 കുട്ടികളെയും വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചില കുട്ടികളെ പുറത്ത് ജോലിക്ക് അയക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം മൂഡിയെയും ജോലിക്ക് അയച്ചു. അവിടെ അദ്ദേഹത്തിന് ദിവസം 3 നേരം ചോളക്കഞ്ഞിയും പാലും മാത്രമാണ് ലഭിച്ചിരുന്നത്. അദ്ദേഹം അമ്മയോട് പരാതി പറഞ്ഞു. എങ്കിലും ഇഷ്ടം പോലെ ആഹാരം കഴിക്കാൻ കിട്ടുന്നല്ലോ എന്ന് പറഞ്ഞ് അമ്മ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അമ്മ തൻ്റെ കുട്ടികളെ എല്ലാവരെയും യൂണിറ്റേറിയൻ പള്ളിയിൽ മുടങ്ങാതെ അയക്കുമായിരുന്നു. മൂഡിക്ക് 17 വയസ്സായപ്പോൾ അദ്ദേഹം ബോസ്റ്റണിലേക്ക് താമസം മാറി. അവിടെ അമ്മാവൻ്റെ ഷൂ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അമ്മാവൻ്റെ ഒരേ ഒരു നിബന്ധന അദ്ദേഹം മൗണ്ട് വെർണൻ കോൺഗ്രിഗേഷൻ പള്ളിയിൽ ചേരണം എന്നതായിരുന്നു. ആ പള്ളിയിലെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന എഡ്വേർഡ് കിംബോൾ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്തു. 1855 ഏപ്രിലിൽ കിംബോൾ മൂഡിയുടെ അടുത്ത് ചെന്ന് ദൈവത്തിന് അദ്ദേഹത്തോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് സംസാരിച്ചു. ആ നിമിഷം മൂഡിക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചം ലഭിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. മൂഡി പിന്നീട് അംഗമായി ചേർന്ന പള്ളിയിലെ കമ്മിറ്റിക്ക് പോലും ഇത്രയും ആത്മീയമായ ഇരുട്ടിലായിരുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു വലിയ സുവിശേഷകനാകാൻ കഴിയുമെന്ന് വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. തൻ്റെ 21ാം വയസ്സിൽ മൂഡി ഷൂ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിരുന്ന വലിയ വരുമാനം ഉപേക്ഷിച്ച് പൂർണ്ണമായും ദൈവശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹം അമേരിക്കൻ ഐക്യനാടുകളിലെ ആഭ്യന്തര യുദ്ധ സമയത്ത് സൈനികർക്കായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ YMCA എന്ന സംഘടനയിലൂടെ അദ്ദേഹം യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു. അക്കാലത്ത് യുദ്ധത്തിൽ മുറിവേറ്റ ആയിരക്കണക്കിന് സൈനികർക്ക് അദ്ദേഹം ആത്മീയവും മാനസികവുമായ പിന്തുണയും ശക്തിയും നൽകി. അവർക്ക് ഭക്ഷണം നൽകി, അവർക്ക് വേണ്ടി വചനത്തിൽ നിന്ന് പ്രസംഗങ്ങൾ നടത്തി, അവർക്ക് ആശ്വാസം പകർന്നു.
അദ്ദേഹത്തിൻ്റെ ഈ സേവനങ്ങൾ ഒരുപാട് സൈനികരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാവുകയും ചെയ്തു. ആഭ്യന്തര യുദ്ധം അദ്ദേഹത്തെ ഒരു സംഘാടകൻ എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവന്നു. വലിയ ജനക്കൂട്ടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നും എങ്ങനെ ആളുകളുമായി അടുത്ത് ഇടപഴകണം എന്നും അദ്ദേഹം ആ സന്ദർഭത്തിൽ പഠിച്ചു. യുദ്ധാനന്തരം മൂഡി ചിക്കാഗോയിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹം ഒരു വലിയ സുവിശേഷ കേന്ദ്രം സ്ഥാപിച്ചു. ഇത് പിന്നീട് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സുവിശേഷ കേന്ദ്രങ്ങളൊന്നായി മാറുകയും ചെയ്തു. ഇന്നും ആ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. മൂഡിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതായത് ലളിതമായി സംസാരിച്ച് ആളുകളുടെ ഹൃദയങ്ങളിൽ എത്താനുള്ള കഴിവ്. അദ്ദേഹം പ്രശസ്തനായ ഗായകനായ ഐറ ഡി സാങ്കിയുമായി ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. മൂഡി പ്രസംഗിക്കുകയും സാങ്കി പാട്ടുകൾ പാടുകയും ചെയ്തു. ഈ കൂട്ടായ്മ അമേരിക്കയിലും ബ്രിട്ടനിലുമെല്ലാം വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിച്ചു. 1837 1875 ഇടയിൽ അവർ ബ്രിട്ടനിൽ വലിയ ആത്മീയ യോഗങ്ങൾ സംഘടിപ്പിച്ചു. ഈ യാത്രകൾ ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലുമെല്ലാം വലിയ ആത്മീയ ഉണർവുകൾക്ക് കാരണമായി. ഇതിൻ്റെ ഭാഗമായി അവർ 10,000 പൗണ്ട് സമാഹരിച്ച് എഡിൻബർഗിൽ ഒരു മിഷൻ സെൻറ്റർ നിർമ്മിച്ചു. ചരിത്രകാരനായ ജെയിംസ് ഫിൻലെ പറയുന്നത് പോലെ, മാത്യു ഹെൻറി ബൈബിൾ വ്യാഖ്യാനം ചെയ്തതുപോലെ മൂഡി 20-ാം നൂറ്റാണ്ടിലെ ആധുനിക മാസ് റിവൈവലിസത്തിന് തുടക്കമിട്ടു എന്നാണ്. വലിയ നഗരങ്ങളിലെ ജനക്കൂട്ടത്തിന് വിശ്വാസം ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ മൂഡിക്ക് കഴിഞ്ഞു. ഡ്വൈറ്റ് എൽ മൂഡിയുടെ സ്വാധീനം ബ്രിട്ടനിലും അമേരിക്കയിലും മാത്രം ഒതുങ്ങിയില്ല. അദ്ദേഹം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ മിഷണറിമാരെയും ആത്മീയ പ്രസ്ഥാനങ്ങളെയും പ്രചോദിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തനങ്ങളെ നമുക്കിപ്രകാരം അടയാളപ്പെടുത്താം. ചൈനയിലെ ഒരു പ്രമുഖ മിഷണറിയായിരുന്ന ഹഡ്സൺ ടെയ്ലറെ കണ്ടുമുട്ടിയതോടെ മിഷണറി പ്രവർത്തനങ്ങളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടാകാൻ തുടങ്ങി. തൻ്റെ സഭയിലെ പല യുവാക്കളെയും അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ മിഷണറിമാരായി പോകുവാൻ പ്രോത്സാഹിപ്പിച്ചു. സ്വീഡിഷ് മിഷൻ. മൂഡിക്ക് സ്വീഡനുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. അദ്ദേഹം സ്വീഡൻ സന്ദർശിച്ചു പോലും ഉണ്ടായിട്ടില്ല. സ്വീഡിഷ് ഭാഷ സംസാരിക്കാറുമില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പുസ്തകങ്ങളായും ലേഖനങ്ങളായും സ്വീഡനിൽ പ്രചരിച്ചു. ഇത് അവിടെ വലിയൊരു ആത്മീയ ഉണർവിന് കാരണമായി. അദ്ദേഹത്തെ ഒരു വീരപുരുഷനായി അവർ കണക്കാക്കി എന്ന് പറയേണ്ടി വരും. ഇതുകൂടാതെ മൂഡി നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അതിൽ ചിലത് ഇന്നും വളരെ പ്രശസ്തമാണ്. മൂഡി ചർച്ച്, ചിക്കാഗോയിൽ അദ്ദേഹം സ്ഥാപിച്ച പള്ളി, നോർത്ത് ഫീൽഡ് സ്കൂൾ ആൻഡ് മൗണ്ട് ഹർമോൺ സ്കൂൾ, ഇപ്പോൾ നോർത്ത് ഫീൽഡ് മൗണ്ട് ഹർമോൺ സ്കൂൾ, മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബൈബിൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്കായി അദ്ദേഹം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. മൂഡി പബ്ലിഷേഴ്സ്, ക്രിസ്തീയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായി സ്ഥാപിച്ച ഒരു പ്രസാധക സ്ഥാപനം. ഡ്വൈറ്റ് എൽ മൂഡി ഒരു വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും പുസ്തകങ്ങളായി പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചില പ്രശസ്തമായ പുസ്തകങ്ങൾ ഇനി പറയുന്നവയാണ്: ഹവൻ, സ്വർഗം, ദ പ്രിവെയിലിംഗ് പ്രയർ, വാട്ട് ഹിൻഡേഴ്സ് ഇറ്റ്, വിജയകരമായ പ്രാർത്ഥന, അതിനെന്തു തടസ്സമാണ്, സീക്രട്ട് പവർ, രഹസ്യ ശക്തി. ഇവയൊക്കെയാണ് പ്രശസ്തമായ ഡി.എൽ. മൂഡിയുടെ പുസ്തകങ്ങൾ. എന്നാൽ മൂഡിയുടെ വാക്കുകൾക്ക് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ലളിതമായിരുന്നു എങ്കിലും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ഉദാഹരണത്തിന്
അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഉദ്ധരണി, വിശ്വാസം എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്നു, സ്നേഹം എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുന്നു. ചൈനയിലെ മിഷണറി പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം ഉപയോഗിച്ച ഒരു കൊച്ചു പുസ്തകമുണ്ട്, ദ വേർഡ്ലെസ് ബുക്ക്, വാക്കുകളില്ലാത്ത പുസ്തകം. ഇത് വെറും 5 പേജുകളുള്ള ഒരു പുസ്തകമാണ്. ഓരോ പേജിനും ഓരോ നിറമാണ്. കറുത്ത പേജ് അത് പാപത്തെ സൂചിപ്പിക്കുന്നു. ചുവന്ന പേജ് അത് യേശുവിൻ്റെ രക്തത്തെ സൂചിപ്പിക്കുന്നു. വെളുത്ത പേജ് അത് പാപങ്ങൾ കഴുകി വെളുത്തതാകുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. പച്ച പേജ് വിശ്വാസത്തിൽ വളരുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. സ്വർണ്ണ പേജ് അത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. ഈ ലളിതമായ ഉപകരണം ഉപയോഗിച്ച് അദ്ദേഹം അനേകം ആളുകൾക്ക് സുവിശേഷം പകർന്നു നൽകി. നവംബർ 16 കൻസാസ് സിറ്റിയിൽ വെച്ചാണ് മൂഡി തൻ്റെ അവസാന പ്രസംഗം നടത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണ് എന്ന് നിർണയിച്ചില്ലെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളായിരിക്കാം അത് എന്ന് കരുതപ്പെടുന്നു. അസുഖം കൂടിയപ്പോൾ അദ്ദേഹം നോർത്ത് ഫീൽഡിലെ വീട്ടിലേക്ക് മടങ്ങി. ഒടുവിൽ 1899 ഡിസംബർ 22 വിശ്വാസത്തിൻ്റെ വെളിച്ചം D.L. മൂഡി ഈ ലോകത്തോട് വിട പറഞ്ഞു. 62 വയസ്സായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ. മൂഡി മരിച്ച് 10 വർഷത്തിന് ശേഷം ചിക്കാഗോയിലെ അദ്ദേഹത്തിൻ്റെ പള്ളിക്ക് മൂഡി ചർച്ച് എന്നും ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പേര് നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിച്ചത് D.L. മൂഡി എന്ന മഹാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില ആഴമേറിയ പാഠങ്ങളെക്കുറിച്ചാണ്. ഈ പാഠങ്ങൾ അദ്ദേഹത്തെ ഒരു സാധാരണക്കാരനിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകരിൽ ഒരാളാക്കി മാറ്റി. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട, മാതൃകയാകേണ്ട പാഠങ്ങൾ ഇങ്ങനെ ആരംഭിക്കാം. 1. ലളിതമായ വിശ്വാസത്തിൻ്റെ ശക്തി. D.L. മൂഡിക്ക് വലിയ വിദ്യാഭ്യാസമോ ദൈവശാസ്ത്രത്തിലുള്ള അഗാധമായ അറിവോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ദൈവത്തിലുള്ള വിശ്വാസം വളരെ ലളിതവും ആത്മാർത്ഥത നിറഞ്ഞതുമായിരുന്നു. ഈ ലളിതമായ വിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ അറിവ് മാത്രമല്ല, ആത്മാർത്ഥമായ വിശ്വാസവും മതി എന്ന് അദ്ദേഹം തൻ്റെ ശുശ്രൂഷകളിലൂടെ തെളിയിച്ചു. നമ്മുടെ ജീവിതത്തിൽ സങ്കീർണമായ കാര്യങ്ങൾ ലളിതമാകുമ്പോഴാണ് അവ കൂടുതൽ ശക്തി നേടുന്നത്. 2ാമത്തെ പാഠം ആത്മാർത്ഥമായ സമർപ്പണം എന്നതാണ്. ഒരു വിജയകരമായ ബിസിനസ്സുകാരനായിരുന്നു D.L. മൂഡി നമ്മൾ ചിന്തിച്ചു. ഷൂ വിറ്റ് വലിയ വരുമാനമുണ്ടാക്കി നല്ലൊരു ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ തൻ്റെ വിളി അറിഞ്ഞ് അദ്ദേഹം ആ ലാഭകരമായ ജീവിതം ഉപേക്ഷിച്ചു. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറായ ഹൃദയമാണ് D.L. മൂഡിക്കുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ പോലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ആഴമായി ചിന്തിപ്പിക്കുന്നു. 3ാമത്തെ പാഠം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക എന്നതാണ്. തൻ്റെ പിതാവിൻ്റെ മരണം, കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ, നിയമപഠനം ഉപേക്ഷിച്ച് ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, മൂഡിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ ഓരോ പ്രതിസന്ധിയെയും അദ്ദേഹം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരവസരമായി ഏറ്റെടുത്തു. ആഭ്യന്തര യുദ്ധത്തിൽ മുറിവേറ്റ സൈനികരെ ശുശ്രൂഷിച്ചതും തെരുവ് കുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ തുടങ്ങിയതും എല്ലാം
ഈ മനോഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളെ തളർത്താനുള്ളതല്ല, മറിച്ച് നമ്മെ കൂടുതൽ ശക്തരാക്കാനുള്ളതാണ് എന്ന് D.L. മൂഡി തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മാതൃകയാകുന്നുണ്ട്. 4-ാമത്തെ പാഠം വാക്കുകളില്ലാത്ത സന്ദേശങ്ങൾ എന്നതാണ്. ദ വേർഡ്ലെസ് ബുക്ക്, വാക്കുകളില്ലാത്ത പുസ്തകം. എന്നാൽ ലളിതമായ ഉപകരണം ഉപയോഗിച്ച് അദ്ദേഹം ആയിരക്കണക്കിന് ആളുകൾക്ക് സുവിശേഷം പകർന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് വലിയ പ്രഭാഷണങ്ങളോ വേദപുസ്തക അറിവോ ഇല്ലാതെ പോലും സ്നേഹത്തിലൂടെയും ലളിതമായ പ്രവൃത്തികളിലൂടെയും നമുക്ക് ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിയും എന്നാണ്. നമ്മുടെ പ്രവൃത്തികളാണ് ഏറ്റവും വലിയ പ്രസംഗം എന്ന്. 5-ാമത്തെ പാഠം കൂട്ടായ്മയുടെ പ്രാധാന്യം. മൂഡി തനിച്ചായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത്. ഗായകനായ ഐറ ഡി സാങ്കിയുമായി ചേർന്ന് അദ്ദേഹം ഒരു ടീമായിട്ടാണ് ശുശ്രൂഷ നടത്തിയത്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. നമ്മെ സഹായിക്കാൻ കഴിവുള്ളവരെയും നമ്മോടൊപ്പം കൂട്ടാൻ കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന വലിയ പാഠം. തുടർന്ന് 6-ാമത്തെ പാഠമായി ശുശ്രൂഷയുടെ ലാളിത്യം എന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. മൂഡി ഒരു വലിയ പ്രഭാഷകനായി മാറിയതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലാളിത്യം നിലനിർത്തി. അദ്ദേഹം സ്ഥാപിച്ച ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്കൂളുകളും ഇന്നും ആ ലാളിത്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നാം എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ വേരുകൾ മറക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 6 പാഠങ്ങൾ D.L. മൂഡിയുടെ അഥവാ D.L. മൂഡിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ശക്തമായ സന്ദേശങ്ങളാണ്. ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ തുടർന്ന് നയിക്കട്ടെ, നമ്മുടെ ശുശ്രൂഷകളെ പ്രകാശിപ്പിക്കട്ടെ. പ്രിയരെ, D.L. മൂഡിയുടെ ജീവിതം ഒരു സാധാരണ മനുഷ്യന് ദൈവത്തിന് വേണ്ടി എത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഉള്ള ഒരു പാഠം കൂടിയാണ്. വിദ്യാഭ്യാസമോ പണമോ അല്ല, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസവും ആത്മാർത്ഥതയുമാണ് ഒരു മനുഷ്യനെ ഉന്നതനാക്കുന്നത്. ഒരു ചെരുപ്പ് കച്ചവടക്കാരനിൽ നിന്ന് ലോകത്തെ സ്വാധീനിച്ച ഒരു സുവിശേഷകനായി മാറിയ D.L. മൂഡിയുടെ ജീവിതം നമ്മൾ ഓരോരുത്തർക്കും ഒരു വലിയ പ്രചോദനമാണ്. സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ. സമയത്തിൻ്റെ അതിപ്രസക്തമായ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.